ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം, ഇന്ന് ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് നമ്മുടെ ടാക്സ് സംവിധാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആനുകൂല്യമാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ട എന്നുള്ള ഈ പദ്ധതി. പക്ഷേ റിട്ടേൺ കൊടുക്കുമ്പോൾ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ടാക്സ് സ്ലാബിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, മറിച്ച് റിബേറ്റിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപ വരെ എനിക്ക് ടാക്സ് കൊടുക്കണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാടിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും, നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ടാക്സ് കൊടുക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് വ്യക്തികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ടാക്സ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാറേ, ഞങ്ങളാരും ടാക്സ് കൊടുക്കാറില്ല, അതൊക്കെ വലിയ പൈസയുള്ള ആൾക്കാരല്ലേ, വരുമാനമുള്ളവരല്ലേ ടാക്സ് കൊടുക്കുന്നതെന്നൊരു ചിന്ത സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ പൗരനും ടാക്സ് കൊടുക്കുന്നുണ്ട്. ഒരു ചായ കുടിക്കുമ്പോഴായിക്കോട്ടെ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കഴിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നറിനായിക്കോട്ടെ, നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന എല്ലാ സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മളൊരു ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ 2 തരം ടാക്സാണ് നമുക്കുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിലാണ് നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ കാര്യം പെട്ടിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് എല്ലാ വ്യക്തികളും ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ പർച്ചേസിങ് നടത്തുമ്പോഴും ഓരോ സർവീസ് കൈപ്പറ്റുമ്പോഴും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ ഇന്ന് ഡയറക്റ്റ് ടാക്സിനെ കുറിച്ചാണ്. അതായത് വരുമാനമുള്ള വ്യക്തികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നല്ല സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. ഇതാണ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻകം ടാക്സ്. ഈ ഇൻകം ടാക്സിലാണ് കഴിഞ്ഞ ദിവസം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 2.5 ലക്ഷം രൂപയായിരുന്നു പരിധി. അതിൽ 2500 രൂപ റിബേറ്റോട് കിട്ടുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപ വരെയുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 3 ലക്ഷമായിരുന്നു പരിധി, 80 കഴിഞ്ഞവർക്ക് 5 ലക്ഷമായിരുന്നു പരിധി. ഈ പരിധിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിലവിൽ ഇൻകം ടാക്സ് റൂൾ പ്രകാരം 2.5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള എല്ലാ വ്യക്തികളും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിരിക്കണം. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരെ, പാൻ കാർഡ് എടുത്തിട്ടുള്ള വ്യക്തികളൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കുക, ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി താല്പര്യം കാണിക്കണം. ഒരു പാൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വീടുകളിൽ പാൻ കാർഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണ്. എനിക്ക് ഇനി മരണം വരെ തന്നിരിക്കുന്ന, ഇന്ത്യ ഗവൺമെൻറ് എന്നെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണ്. ഈ പാൻ കാർഡ് നമുക്ക് തന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ പേരിൽ ഇൻകം ടാക്സിൻ്റെ ഓഫീസിലൊരു ഫയൽ തുറന്നു കഴിഞ്ഞു. നമ്മൾ വാങ്ങുന്ന പർച്ചേസിങ് സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബില്ല് ഓട്ടോമാറ്റിക് ഈ ഫയലിലേക്ക് കയറുകയാണ്. ഞാനൊരു സ്വർണ്ണക്കടയിൽ പോയി സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ബില്ല് അടിക്കുന്ന സമയത്ത് ആ മാനേജർ നമ്മളോട് ചോദിക്കും, സാർ ഫോൺ നമ്പർ. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഈ ഫോൺ നമ്പർ അങ്ങ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബില്ലിൻ്റെ ഒരു കോപ്പി എൻ്റെ പാൻ കാർഡിൽ കയറി കഴിഞ്ഞു, ഇൻകം ടാക്സ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ നടത്തുന്ന ഓരോ ഇടപാടുകളെക്കുറിച്ചുള്ള രേഖകൾ ഇൻകം ടാക്സിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനമാണ് ഈ പാൻ കാർഡ്. 10 അക്ക നമ്പറുള്ള ഒരു പാൻ കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 അക്കങ്ങൾ അക്ഷരങ്ങളാണ്, പിന്നീട് 4 അക്കങ്ങൾ, ലാസ്റ്റ് ഒരു ഇംഗ്ലീഷ് അക്ഷരവും കാണും. ഈ അക്ഷരങ്ങളും ഈ അക്കങ്ങളും ഒക്കെ നമ്മുടെ അവസ്ഥയെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 4ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് അക്ഷരം കാണാം. സി ആണെങ്കിൽ കമ്പനി ആയിരിക്കും, അത് പി ആണെങ്കിൽ പേഴ്സൺ ആയിരിക്കും, എച്ച് ആണെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിരിക്കും, എഫ് ആണെങ്കിൽ ഫേം ആയിരിക്കും, എ ആണെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിരിക്കും, ടി ആണെങ്കിൽ ട്രസ്റ്റ് ആയിരിക്കും, ബി ആണെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയിരിക്കും, എൽ ആണെങ്കിൽ ലോക്കൽ അതോറിറ്റി ആയിരിക്കും, ജെ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിരിക്കും, ജി ആണെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഈ അക്ഷരങ്ങൾ പോലും ഓരോ കാറ്റഗറിയെ തരംതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാൻ കാർഡൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ രേഖയും ഗവൺമെൻറ് കയ്യിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി നിലവിൽ 2500 രൂപയാണ് റിബേറ്റ് എങ്കിൽ ആ റിബേറ്റാണ് വർദ്ധിപ്പിച്ചിട്ട് 12,500 രൂപയാക്കി മാറ്റിയിരിക്കുന്നത്. ഇൻകം ടാക്സ് സ്ലാബിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, പകരം റിബേറ്റിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പല പാളിച്ചകളും പറ്റാം. ഇൻകം ടാക്സ് സ്ലാബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സാധാരണ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 5% ടാക്സ്, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20% ടാക്സ്, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% ടാക്സ്. ഇതാണ് നിലവിലുള്ള സംവിധാനത്തിലുണ്ടായിരുന്നത്. അതിലാണ് ഈ 2500 രൂപ നമുക്ക് സബ്സിഡി തന്നുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഒരു ഉദാഹരണം സൈഡിൽ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് കാണാം.
2 ലക്ഷം വരെ ഉള്ളവർക്ക് ടാക്സ് ഇല്ല. 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ, അതായത് 3 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ 50,000 ടാക്സ് കൊടുത്താൽ മതി. ഈ 50,000 ടാക്സ് എന്ന് പറയുന്നത് 2,500 രൂപയാണ്. ആ 2,500 രൂപയാണ് കഴിഞ്ഞ കാലം വരെ നമുക്ക് റിബേറ്റ് ആയിട്ട് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ 3 ലക്ഷം വരെയുള്ള ഒരാളും ടാക്സ് കൊടുക്കേണ്ട, അതിന് മുകളിലുള്ളവർക്കാണ് ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന മാറ്റത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ 5 ലക്ഷത്തിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 12,500 രൂപയാണ്. ആ 12,500 രൂപയാണ് നമുക്കിപ്പോൾ റിബേറ്റായിട്ട് നൽകുന്നത്. അത് കാരണത്താൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആർക്കും ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ റിട്ടേൺ കൊടുത്തിരിക്കണം. ആ റിട്ടേൺ കൊടുത്ത് ക്ലിയറായിട്ട് കണക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ റിബേറ്റ് നമുക്ക് കിട്ടത്തില്ല. റിബേറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ള കാര്യവും ഓർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 5 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ലാബിൽ റിഡക്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കി തരാനോട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഒരു 12,000 ഒരു ടാക്സ് സ്ലാബും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു 12 ലക്ഷം വരെ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന്. അതായത് ആ സ്ലാബിൻ്റെ മോഡലും ഞാൻ ഇത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5% ടാക്സ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷത്തിൻ്റെ ടാക്സ് 12,500 രൂപ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20% ടാക്സ് ആണ്. അതായത് 5 ലക്ഷത്തിൻ്റെ 20% കഴിഞ്ഞാൽ 1 lakh രൂപീസാണ് ടാക്സ് വരിക. 10 ലക്ഷത്തിന് മുകളിൽ 30% ആണ്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് 60,000 രൂപ ടാക്സ്. അതായത് ഒരു 12 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി കൊടുക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞാൽ 1,72,500 രൂപയാണ്. ഇത്തരത്തിൽ ടാക്സ് കൊടുത്തു പോകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഇത്രയും വരുമാനമുള്ള ഒരാൾക്ക് എങ്ങനെ ടാക്സ് കൊടുക്കാതെ പിടിച്ചു നിൽക്കാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കുറേ റിഡക്ഷൻ നമുക്ക് തരുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടാക്സിൽ അത് റിഡക്ഷൻ ചെയ്ത് കിട്ടും. അത് സെക്ഷൻ 80C, സെക്ഷൻ 80D, സെക്ഷൻ 24, സെക്ഷൻ 87A, പിന്നെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ, ശമ്പളം വാങ്ങുന്നവർക്ക് വേണ്ടി തന്നെ കിട്ടുന്നൊരു റിഡക്ഷനാണ്. അതേപോലെ തന്നെ 80G, 80CC, 80TTB എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാരനും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് 80C മേഖല. 80C മേഖലയിൽ തന്നെ 12ഓളം കാറ്റഗറികൾ ഉണ്ട്. അതിൽ ഓരോ കാറ്റഗറിയിലും നമുക്ക് പൈസ സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അക്കാര്യത്തെക്കുറിച്ച് ഞാൻ തുടർന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു 10 ലക്ഷം രൂപ വരെ ടാക്സ് ഉള്ള വ്യക്തികൾക്ക് എങ്ങനെ ടാക്സ് സേവ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും, അതേപോലെ തന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥ മേഖലയിൽ ഉള്ള ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന പകുതിയിൽ താഴെ ആൾക്കാർക്കും ഈ പ്രാവശ്യം ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇത്തരത്തെക്കുറിച്ചുള്ള വീഡിയോ തൊട്ടടുത്ത അതിനെ തുടർന്ന് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.